ലോകത്തിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഏറ്റവും പുതിയ ആയുധ സാങ്കേതിക വിദ്യകളിൽ ഒന്നാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ അയൺ ബീം. ഒരു മിസൈൽ പോലും ഉപയോഗിക്കാതെ, ഒരു ബുള്ളറ്റ് പോലും ഉപയോഗിക്കാതെ, വെറും ലേസർ കിരണം ഉപയോഗിച്ച് ആകാശത്ത് പറക്കുന്ന ഡ്രോണുകളെയും റോക്കറ്റുകളെയും സെക്കൻഡുകളുടെ ഉള്ളിൽ കത്തിച്ച് തകർക്കുന്ന അത്യാധുനിക സംവിധാനം. ഇത് വെറുമൊരു എയർ ഡിഫൻസ് സിസ്റ്റം അല്ല, മറിച്ച് യുദ്ധത്തിൻ്റെ ഭാവി തന്നെയാണ്. എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആധുനിക യുദ്ധമുഖത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സമാനതകളില്ലാത്ത മാറ്റങ്ങളാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആകാശയുദ്ധങ്ങളുടെ തലവര തന്നെ മാറ്റി എഴുതുന്ന ഒരു കട്ടിംഗ് എഡ്ജ് ടെക്നോളജിയെക്കുറിച്ചാണ്. ഡയറക്റ്റഡ് എനർജി വെപ്പൺസ് അഥവാ ലേസർ ആയുധങ്ങൾ. ഇസ്രായേൽ വികസിപ്പിച്ചെടുത്ത ഈ സാങ്കേതികവിദ്യ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കീഴിൽ സാങ്കേതികവിദ്യ കൈമാറ്റത്തോടെ ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യക്ക് ഈ സാങ്കേതികവിദ്യ ലഭിക്കുമോ? ലഭിച്ചാൽ പാകിസ്ഥാനും ചൈനയും എന്തുകൊണ്ട് ഇതിനെ ഭയക്കണം? ഇന്ത്യയുടെ സ്വന്തം ദുർഗ ലേസർ പ്രൊജക്റ്റുമായിട്ട് ഇതെങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ആഴത്തിലൊന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ, എന്താണ് അയൺ ബീം? അതെങ്ങനെ പ്രവർത്തിക്കുന്നു? അയൺ ഡോം, ഡേവിഡ് സ്ലിംഗ് പോലെയുള്ള പ്രശസ്ത ഡിഫൻസ് സിസ്റ്റംസ് നിർമ്മിച്ച് ഇസ്രായേലിലെ റഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസ് തന്നെയാണ് അയൺ ബീമും വികസിപ്പിച്ചത്. 100 കിലോ വാട്ട് ശേഷിയുള്ള ശക്തമായ ഒരു ഹൈ എനർജി ഫൈബർ ലേസർ സംവിധാനമാണ് ഇത്. ഇതിൻ്റെ പ്രവർത്തന രീതി വളരെ ലളിതവും എന്നാൽ അതീവ അപകടകരവുമാണ്. ആദ്യം റഡാർ ഇൻകമിംഗ് ടാർഗറ്റ് കണ്ടെത്തും. അതിനുശേഷം ഇതിൻ്റെ ഇലക്ട്രോ ഓപ്റ്റിക്കൽ ട്രാക്കിംഗ് സിസ്റ്റം ഈ ടാർഗറ്റിനെ ട്രാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ഇതിലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡ്രോണിൻ്റെ വേഗത, ദിശ, ഉയരം ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത ശേഷം ലേസർ ബീം ടാർഗറ്റിൻ്റെ ഏറ്റവും ദുർബലമായ പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യും. അല്പസെക്കൻഡുകളുടെ ഉള്ളിൽ ഡ്രോണിൻ്റെ ഇലക്ട്രോണിക്സ് ഉരുകുകയും ഇന്ധനം കത്തുകയും ചെയ്യും. അങ്ങനെ ടാർഗറ്റ് ആകാശത്ത് വെച്ച് തന്നെ തകർന്ന് വീഴും. ഇതിൻ്റെ പ്രധാന സവിശേഷതകളും കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ വേഗത തന്നെയാണ്. അതായത് പരമ്പരാഗത മിസൈലുകൾക്ക് ലക്ഷ്യസ്ഥാനത്തെത്താനായിട്ട് സമയമെടുക്കും. എന്നാൽ ലേസർ പ്രകാശത്തിൻ്റെ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. ലക്ഷ്യം കണ്ടെത്തിയ നിമിഷം തന്നെ ആക്രമണം തുടങ്ങാം. പിന്നെ വരുന്നത് ഇതിൻ്റെ കോസ്റ്റ് എഫക്റ്റീവ്നെസ് ആണ്. അതായത് യുക്രൈൻ യുദ്ധം ലോകത്തിന് നൽകിയ വലിയൊരു പാഠമുണ്ട്. ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ഒരു മിസൈൽ ഉപയോഗിച്ച് വളരെ കുറഞ്ഞ ചിലവുള്ള ഒരു ഡ്രോണിനെ വെടിവെച്ചിടുന്നത് സാമ്പത്തിക നഷ്ടമാണ്. എന്നാൽ അയൺ ബീമിൻ്റെ ഒരു ഷൂട്ടിന് വെറും 3 മുതൽ 10 US$ വരെ, അതായത് ഏകദേശം 250 മുതൽ 800 രൂപ മാത്രമാണ് ചെലവ് വരുന്നത്. ഭാവിയിലെ ചീപ്പ് ഡ്രോൺ വാർഫെയറിന് ഇതൊരു കൃത്യമായ മറുപടിയാണ്. ഇതിൻ്റെ മൂന്നാമത്തെ അഡ്വാൻറ്റേജ് ആണ് അൺലിമിറ്റഡ് മാഗസിൻ. അതായത് പവർ സപ്ലൈ ഉള്ളിടത്തോളം കാലം ഇതിന് വെടിയുതിർക്കാനായിട്ട് സാധിക്കും. ശത്രുക്കളുടെ ഡ്രോൺ കൂട്ടങ്ങൾ എത്ര വന്നാലും മിസൈലുകൾ തീർന്നു പോകുമെന്നുള്ള പേടി ഇനി വേണ്ട. ഇതിൻ്റെ സക്സസ് റേറ്റ് ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ഇസ്രായേലിൽ കണ്ടതാണ്. അതിനുശേഷമാണ് ഈ അയൺ ബീം സിസ്റ്റം അമേരിക്കയും ആവശ്യപ്പെടാനായിട്ട് തുടങ്ങിയത്. ഇറാനും അവരുടെ പ്രോക്സികളായിട്ടുള്ള ഹിസ്ബുള്ളയും ഹമാസും നടത്തിയ നിരന്തരമായ ഡ്രോൺ റോക്കറ്റ് ആക്രമണങ്ങളെ ചെറുക്കുന്നതിൽ ഇസ്രായേൽ വലിയ വിജയമാണ് അയൺ ബീമിലൂടെ നേടിയത്. 2025 ഓപ്പറേഷണൽ ഡിപ്ലോയ്മെൻറ്റ് സ്റ്റേജിലേക്ക് എത്തിയ ഈ സിസ്റ്റത്തിന് വ്യക്തമായ കാലാവസ്ഥയിൽ ഏകദേശം 90% വിജയശതമാനമാണ് അവകാശപ്പെടാനുള്ളത്. എന്നാലും ഈ സിസ്റ്റവും ഒരു മാന്ത്രിക വടിയല്ല. ഇതിനും ചില വ്യക്തമായ പരിമിതികളുണ്ട്. അതിൽ ആദ്യത്തേതാണ് കാലാവസ്ഥാ പ്രശ്നങ്ങൾ. എന്ന് പറഞ്ഞാൽ കനത്ത മഴ, മൂടൽമഞ്ഞ്, യുദ്ധഭൂമിയിലെ പുക, പൊടിക്കാറ്റ് ഇതെല്ലാം ലേസർ രശ്മികളെ ചിതറിക്കും. ഈ സാഹചര്യത്തിൽ ലേസറിൻ്റെ പ്രഹരശേഷി ഗണ്യമായിട്ട് കുറയും. പിന്നെ ഡ്വെൽ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷ്യത്തെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാനായിട്ട് ലേസർ ബീം 3 സെക്കൻഡ് മുതൽ 5 സെക്കൻഡ് വരെ തുടർച്ചയായിട്ട് ഒരേ ലക്ഷ്യത്തിൽ പതിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ലക്ഷ്യം നേരിട്ട് കാണാൻ കഴിയുന്ന നേർരേഖയിൽ മാത്രമേ ഇത് പ്രവർത്തിക്കുകയുള്ളൂ. കാരണം ലേസർ ബീം നേർരേഖയിൽ മാത്രമാണ് സഞ്ചരിക്കുന്നത്. കൂടാതെ ഒരേ സമയം 100 കണക്കിന് ടാർഗറ്റുകൾ ഒന്നിച്ചു വന്നാൽ സിസ്റ്റം ഓവർലോഡ് ആകാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അയൺ ബീമിനെ ഒരിക്കലും അയൺ ഡോമിന് അല്ലെങ്കിൽ S-400 പോലെയുള്ള വലിയ മിസൈലുകൾക്ക് പകരക്കാരനായിട്ട് കാണാത്തത്. മറിച്ച് ഇതൊരു കോംപ്ലിമെൻ്ററി സിസ്റ്റം മാത്രമാണ്.
പിന്നെ നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയുടെ സ്വന്തമായിട്ടുള്ള ദുർഗ 2 വികസിപ്പിച്ച് കഴിഞ്ഞെങ്കിൽ എന്തിനാണ് നമ്മൾ അയൺ ബീമിൻ്റെ പിന്നാലെ പോകുന്നത്? ഇന്ത്യയുടെ സ്വന്തം ലേസർ ആയുധമായിട്ടുള്ള ദുർഗ 2, അതായത് ഡയറക്ഷണലി അൺറെസ്ട്രിക്റ്റഡ് റേ ഗൺ അറേ, അതാണ് ദുർഗ 2 എന്ന് പറയുന്ന ഈ പ്രൊജക്റ്റിനെ കുറിച്ച് നമ്മളിവിടെ മനസ്സിലാക്കണം. അയൺ ബീം ഒരു ഓപ്പറേഷണൽ സ്റ്റേജിലേക്ക് എത്തിയപ്പോൾ ദുർഗ ഇപ്പോഴും ടെസ്റ്റിംഗ് ഫേസിലാണ്. പക്ഷേ ദുർഗ 2 അയൺ ബീമിൽ നിന്നും പല രീതിയിലും വ്യത്യസ്തവുമാണ്. ആദ്യമായിട്ട് ഇതിൻ്റെ പ്രഹരശേഷിയും ലക്ഷ്യവും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അയൺ ബീം പ്രധാനമായിട്ടും വരുന്ന റോക്കറ്റുകളെ ചൂടാക്കി നശിപ്പിക്കുന്ന ഒരു ഇൻ്റർസെപ്റ്ററാണ്. എന്നാൽ 100 കിലോ വാട്ട് ശേഷിയുള്ള ദുർഗ 2 ലക്ഷ്യമിടുന്നത് ശത്രുവിമാനങ്ങളിലെ റഡാറുകളും സെൻസറുകളും അന്ധമാക്കാനും മിസൈലുകളുടെ ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ ഉള്ളിൽ നിന്നും കത്തിച്ച് കളയാനും കൂടിയാണ്. അതുപോലെ തന്നെ ഉയർന്ന പ്രദേശങ്ങളിലെ മുൻതൂക്കവും നമ്മൾ പരിഗണിക്കണം. ലഡാക്ക് പോലെയുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ വായുവിന് കട്ടി കുറവായതുകൊണ്ട് അവിടെ ലേസർ രശ്മികൾക്ക് യാതൊരു തടസ്സവുമില്ലാതെ കൂടുതൽ ദൂരം സഞ്ചരിക്കാനായിട്ട് സാധിക്കും. ഇത് ചൈനീസ് അതിർത്തിയിൽ ഇന്ത്യക്ക് വലിയൊരു തന്ത്രപരമായ മുൻതൂക്കം നൽകും. പിന്നെ മൾട്ടി പ്ലാറ്റ്ഫോം വിന്യാസം. ദുർഗ 2 കരയിലും നാവികസേനയുടെ കപ്പലുകളിലും യുദ്ധവിമാനങ്ങളിലും പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന രീതിയിലാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഇതിനോടകം തന്നെ 30 കിലോ വാട്ട് ശേഷിയുള്ള സഹസ്ര ശക്തി എന്ന സിസ്റ്റം ഇന്ത്യൻ സൈന്യം വിജയകരമായിട്ട് പരീക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ DRDO, BEL, ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ്, ലാർസൻ ആൻഡ് ടൂബ്രോ ഡിഫൻസ് ഇതെല്ലാം ചേർന്ന് ശക്തമായ ഒരു ലേസർ ഇക്കോ സിസ്റ്റം നിർമ്മിക്കുന്നത് ഭാവിയിൽ ഇന്ത്യക്ക് വലിയ ഗുണം ചെയ്യും. സോഫ്റ്റ്വെയറിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലുമുള്ള ഇന്ത്യയുടെ കരുത്ത് ഇതിന് വലിയ പിന്തുണയുമാണ്. ഇന്ത്യയും ഇസ്രായേലും ബാരക് 8 ഉൾപ്പെടെയുള്ള പ്രതിരോധ പദ്ധതികൾ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ്. അയൺ ബീം പൂർണ്ണ സാങ്കേതികവിദ്യ കൈമാറ്റത്തോടെ ലഭിക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും അഡാപ്റ്റീവ് ഓപ്റ്റിക്സ് പോലെയുള്ള കോർ ടെക്നോളജികൾ പൂർണ്ണമായിട്ടും ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. അതിന് പകരമായിട്ട് ജോയിൻറ്റ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ലൈസൻസ്ഡ് നിർമ്മാണത്തിനാകും മുൻഗണന. എങ്കിലും ഈ സാങ്കേതികവിദ്യ ഇന്ത്യക്ക് നൽകുന്ന മുൻതൂക്കം ചെറുതൊന്നുമല്ല. കാരണം ശത്രുക്കൾക്ക് ഇതിനെ ഭയക്കാനായിട്ട് വ്യക്തമായ കാരണങ്ങളുണ്ട്. ഒന്നാമതായിട്ട് പാകിസ്ഥാൻ്റെ തന്ത്രങ്ങളുടെ പരാജയം തന്നെയാണ്. അതായത് പഞ്ചാബ്, ജമ്മു സെക്ടറുകളിൽ ആയുധങ്ങളും മയക്കുമരുന്നും കടത്താനായിട്ട് പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന ചീപ്പ് ഡ്രോണുകളെ തുരത്താനായിട്ട് ഇനി കോടികളുടെ മിസൈലുകൾ വേണ്ട. വെറും 800 രൂപയുടെ ഒരു ലേസർ ഷോട്ടിലൂടെ അതിർത്തിയിൽ നിരന്തരമായ സംരക്ഷണം ഒരുക്കാനായിട്ട് നമുക്ക് സാധിക്കും. രണ്ടാമതായിട്ട് ചൈനയുടെ ഡ്രോൺ സ്വാമുകൾക്കും ഇതൊരു മറുപടിയാണ്. കാരണം ഭാവിയിലെ യുദ്ധങ്ങളിൽ 100 കണക്കിന് ഡ്രോണുകൾ ഒരുമിച്ച് ഉപയോഗിക്കുന്ന ചൈനീസ് തന്ത്രത്തെ തടയാനായിട്ട് ലേസർ ഡിഫൻസിന് എളുപ്പം സാധിക്കും. വില കുറഞ്ഞ ഡ്രോണുകൾ അയച്ച് പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കുന്ന തന്ത്രം ലേസർ ആയുധങ്ങളുടെ മുമ്പിൽ വിലപ്പോവില്ല. പിന്നെ മൾട്ടി ലെയേർഡ് ഡിഫൻസ്, ബഹുതല പ്രതിരോധം. അതായത് S-400 പോലെയുള്ള വലിയ മിസൈലുകളുടെ ഒപ്പം ലേസർ സിസ്റ്റം കൂടി ചേരുമ്പോൾ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധം പൂർണ്ണമാകും. ചെറിയ ഭീഷണികളെ ലേസർ നേരിടുമ്പോൾ വലിയ ഭീഷണികൾക്കായിട്ട് വിലയേറിയ മിസൈലുകൾ സംരക്ഷിക്കാം. കൂടാതെ നാവികസേനയുടെ സംരക്ഷണവും വരും. അതായത് അറബിക്കടലിലെയും ഹോർമൂസ് കടലിടുക്കിലെയും ഇന്ത്യൻ കപ്പലുകളെ കാമിക്കാസെ ഡ്രോൺ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കാനായിട്ട് കപ്പലുകളിൽ ലേസർ ഘടിപ്പിക്കുന്നത് വളരെ നിർണായകമായിരിക്കും. ചുരുക്കത്തിൽ ഭാവിയുടെ യുദ്ധങ്ങൾ തീരുമാനിക്കുന്നത് വെടിമരുന്നുകളല്ല, മറിച്ച് പ്രകാശരശ്മികളായിരിക്കും. അയൺ ബീം പോലെയുള്ള സിസ്റ്റങ്ങൾ ഇസ്രായേലിൽ നിന്നും ജോയിൻറ്റ് പ്രൊഡക്ഷനിലൂടെ സ്വന്തമാക്കുന്നതിലൂടെ ഗവേഷണ രംഗത്ത് ഇന്ത്യക്ക് വർഷങ്ങളുടെ സമയമാണ് ലാഭിക്കാനായിട്ട് സാധിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇന്ത്യയുടെ സ്വന്തം പ്രതിരോധ ആവാസ വ്യവസ്ഥയിൽ വികസിക്കുന്ന ദുർഗ 2, സഹസ്രശക്തി എന്നിവയും പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകുന്നതോടെ ഇന്ത്യയുടെ ആകാശ അതിർത്തികൾ അക്ഷരാർത്ഥത്തിൽ അജയ്യമായിട്ട് മാറും. ഭാവിയിലെ യുദ്ധങ്ങൾ ജയിക്കുന്നത് ഏറ്റവും കൂടുതൽ ആയുധങ്ങളുള്ള രാജ്യമായിരിക്കില്ല, മറിച്ച് ഏറ്റവും നൂതനമായ സാങ്കേതികവിദ്യയുള്ള രാജ്യമായിരിക്കും. അയൺ ബീമും ദുർഗയും ആ ഭാവിയുടെ ആദ്യ മുന്നറിയിപ്പുകളാണ്. സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പ്രതിരോധ മേഖലയിലെയും ജിയോ പൊളിറ്റിക്സിലെയും കൂടുതൽ വിവരങ്ങൾക്കും ആഴത്തിലുള്ള വിശകലനങ്ങൾക്കുമായിട്ട് ചൈതന്യ ഡിഫൻസ് എന്ന ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.